നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിനക്ക് മാപ്പില്ല ബ്രദർ. നിനക്കെതിരെയുള്ള ഈ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ നീ റിങ്ങിലേക്ക് വാ. അവിടെ വെച്ച് നമുക്ക് ബോക്സിംഗ് റിങ്ങിൽ വെച്ച് നമുക്ക് തീർക്കാം. അതിന് നീ തയ്യാറാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ വിടാം. ലയണൽ മെസ്സിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ലോഗൻ പോള്. വലിയ ചർച്ചയായി മാറിയിട്ടുള്ളൊരു സംഭവമാണ്. അമേരിക്കൻ യൂട്യൂബറാണ് ലോഗൻ പോള്. പിന്നീട് അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലറായിട്ട് മാറി. അദ്ദേഹം ബോക്സറാണ്. ഇപ്പം ലിയോ മെസ്സിയെ വെല്ലുവിളിക്കാൻ കാരണമുണ്ട്. തൻ്റെ ബ്രാൻഡിൻ്റെ കോപ്പിറൈറ്റ് വിഷയങ്ങൾ, അതുപോലെ ലിയോ മെസ്സി കോപ്പി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ലിയോ മെസ്സിയുടെ ബ്രാൻഡ് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു വെല്ലുവിളി വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ലയണൽ മെസ്സിയുടെ ബിവറേജ് ബ്രാൻഡ് മാസ് പ്ലസ് ഇപ്പോൾ ലോഗൻ്റെ ബിവറേജ് ബ്രാൻഡിൻ്റെ ആ ഒരു കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ലോഗൻ അദ്ദേഹത്തിൻ്റെ ഒരു ബിവറേജ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈം ഹൈഡ്രേഷൻ, അത് ഓൾറെഡി 2022 ലോഞ്ച് ചെയ്തതാണ് ഇൻ കൊളാബറേഷൻ വിത്ത് KSI. അത് വളരെ വേഗത്തിൽ അവിടെ പ്രചരിക്കുകയും ചെയ്തു. UFC ഒഫീഷ്യൽ ഡ്രിങ്കായിട്ട് മാറി. അങ്ങനെയൊക്കെ വലിയ പ്രചാരം നേടിയിരുന്നു. 2022 അത് ലോഞ്ച് ചെയ്യുന്നത്. ലയണൽ മെസ്സിയുടെ മാസ് പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത് 2024. അതിൻ്റെ പാക്കിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ലോഗൻ്റെ ബ്രാൻഡിനോട് ഏതാണ്ട് തുല്യമായിട്ട് അതിനെ റിസംബിൾ ചെയ്യുന്ന രൂപത്തിലാണ് വന്നത്. ഇതാണ് പ്രശ്നമുണ്ടാക്കിയത്. അതിൻ്റെ റിസൾട്ടായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോയി. ഇതിൽ ഫണ്ണിയസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻറ്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ലോഗൻ്റെ ടീം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒക്ടോബർ 2024 ഒരു സ്യൂട്ട് കൊടുക്കുകയുണ്ടായി. ഒരു പരാതി കൊടുത്തു കോടതിയിൽ. മറുഭാഗത്ത് നിന്ന് കൗണ്ടർ സ്യൂട്ട് വരികയും ചെയ്തു. അങ്ങനെ ലീഗലി ഈ ഒരു വടംവലി ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ടിക്ടോക്കിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നേരിട്ട് ലയണൽ മെസ്സിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ലോഗൻ പറഞ്ഞെങ്ങനെയാണ്, ബ്രദർ നിങ്ങൾ ഞങ്ങളെ കോപ്പി ചെയ്തു, എല്ലാവരും അത് കണ്ടതാണ്, നിങ്ങളെന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തവുമാണ്, എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസും കൊടുത്തിരിക്കുന്നു. ഹോൾഡ് ഓൺ, വെയിറ്റ്, വാട്ട്? ഇതല്ല നീതി. സോ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചും കേസ് കൊടുത്തു, കൗണ്ടർ സ്യൂ ഞങ്ങളും ചെയ്തു. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബെസ്റ്റിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റായി ആവാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ ഇത് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ്. ഈ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതിന് അക്കൗണ്ടബിളാണ്. ഇതൊരു ഹരാസ്മെൻ്റാണ്. അതാണ് യാഥാർത്ഥ്യം. ഹേയ് ഞാൻ ജോക്ക് പറയുകയല്ല. ഓൾ ജോക്സ് എസൈഡ്, ഞാൻ ഈ ലോസ്യൂട്ട് ഒഴിവാക്കാം, വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം, ഈ കേസ് ഞാൻ പിൻവലിക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷേ അതിന് ഈ ലോഗൻ പോൾ വേഴ്സസ് മെസ്സി 2025 നമുക്ക് ഐ വിൽ സീ യു ഇൻ ദി റിംഗ്, നമുക്ക് റിങ്ങിൽ കാണാം, ബോക്സിങ്ങിന് കാണാം. ലോഗൻ പോൾ വേഴ്സസ് മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് ബോക്സിങ്ങിന് നീ തയ്യാറാവുകയാണെങ്കിൽ ഈ കേസ് കൊടുക്കാതിരിക്കുന്നത്, ഈ കേസ് പിൻവലിക്കുന്നത് ഞാൻ പരിഗണിക്കാം എന്ന വെല്ലുവിളിയാണിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും സംഗതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മെസ്സിയുടെ ബ്രാൻഡ് ഭാഗത്ത് നിന്ന് ലീഗലായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുള്ള വെല്ലുവിളിക്ക് എന്തായാലും മെസ്സി മറുപടി കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുന്നറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.